ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന ആ കഥയുടെ ആ ഒരു ഫസ്റ്റ് ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ആ പിക്ചറെങ്കിലും എൻ്റെ മക്കളൊന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു അല്ലെ. വെറും ഒരു കഥയായിട്ട് മക്കൾക്ക് അത് തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആ തോന്നലുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചോളാം. കാരണം ഇത് റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അതായത് ഇതിന്റെ ജൂലിയ എന്ന് പറയുന്ന പെൺകുട്ടിയും ലൂണ എന്ന് പറയുന്ന മരം, ഇതൊക്കെ എന്താണ്, വെറും ക്യാരക്ടേഴ്സ് അല്ല, ഇതൊക്കെ വളരെ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ള നമ്മുടെ എർത്തിൽ സംഭവിച്ചിട്ടുള്ള, അതായത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരു ഫാന്റസി ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജൂലിയുടെയും ലൂണയുടെയും കഥ എന്താണ്, അവരുടെ ആ ഒരു ബോണ്ടിങ് എന്തായിരിക്കും ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെയുള്ള ഒരു ചെറിയ ഐഡിയ നമുക്ക് തരാം. ആ കഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കഥയാണ് അല്ലെ. നമ്മുടെ കഥ നടക്കുന്നത് കാലിഫോർണിയയിലാണ്. ഇവിടെ ഒന്നും അല്ല, അങ്ങ് കാലിഫോർണിയയിലാണ് നടക്കുന്നത്. 1997 കാലഘട്ടം. പസഫിക് ലംബർ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്യാൻ പോവാന്നറിയോ? ഒരു മരം മുറിക്കാൻ പോവാണ്. ഓക്കെ, മരം മുറിക്കുന്ന കമ്പനിയായ മരമൊക്കെ മുറിക്കത്തില്ലേ മിസ്സേ? അപ്പൊ ഇതിനിപ്പോ എന്താ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ കാരണം, ഇവർ മുറിക്കുന്ന മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു റെഡ്വുഡ് ട്രീ ആയിരുന്നു. അതായത് റെഡ്വുഡ് ട്രീസിന്റെ പ്രത്യേകത തന്നെ നമുക്കൊക്കെ അറിയാം. എന്താണ്? അതിന് ഒരുപാട് വയസ്സുണ്ടാവും, അത് മാത്രമല്ല നല്ല വലുപ്പം ഉണ്ടാവും. നമ്മുടെ ഇവിടെ ലംബർ കമ്പനി മുറിക്കാൻ ഉദ്ദേശിച്ച ഈ മരത്തിന്റെ വയസ്സ് എത്രയായിരുന്നു അറിയോ? 1000 വർഷം. 1000 വർഷത്തോളം പഴക്കമുള്ള റെഡ്വുഡ് ട്രീ ആണ് അവർ മുറിക്കാൻ വേണ്ടി പോയത്. മാത്രമല്ല 61 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാന്ന് ഏകദേശം ഒക്കെ ഐഡിയ ഉണ്ട്. അങ്ങനെ 61 മീറ്റർ നീളമുള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരു ട്രീ ആണ് അവർ മുറിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെ, അതുകൊണ്ടാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുവാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഇത്രയും പുരാതനമായിട്ടുള്ള ഒരു മരം മുറിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് കണ്ടപ്പോൾ തന്നെ ഈ മരത്തിനോടൊക്കെ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന, അതായത് നമുക്ക് ഒരു എൻവയോൺമെന്റ് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയാൻ ഒക്കുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇത് കാണുവാണ്. ആ യങ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് ഇതാണ് അങ്ങോട്ട് സഹിക്കുന്നില്ല. അവൾ ഒന്നും നോക്കിയില്ല. ഇവരുണ്ടല്ലോ ഈ മരം മുറിക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ അവൾ ആ മരത്തിൽ അങ്ങ് കയറിയടാ. ഓക്കെ, നമ്മളുടെ സാധാരണ പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ്, ഓക്കെ മരത്തിന്റെ അടിയിലൊക്കെ നിന്നിട്ട് മരം മുറിക്കരുത് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ പെൺകുട്ടി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അവൾ ആ മരത്തിന്റെ മുകളിൽ, എത്ര വലുപ്പമുള്ള മരം നമുക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ, 61 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ മരത്തിൽ കയറി അങ്ങ് ഇരുന്നു. ഓക്കെ, ഇരിക്കുക മാത്രമാണ് ചെയ്തത്, അല്ല അവിടെ അങ്ങ് താമസിച്ചു. നോക്കിക്കേ, എത്ര വർഷത്തോളം താമസിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഏകദേശം ഹൈറ്റ് എൻ്റെ മക്കൾ കണ്ടല്ലോ, ഇത് ഇങ്ങനെ അവളാണെങ്കിൽ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതിന്റെ ഹൈറ്റ് ഒക്കെ കൃത്യമാക്കി തരാം. നമ്മൾ പറയുന്ന ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ജൂലിയ ബട്ടർഫ്ലൈ ഹില്ലാണ്. നോക്കാം, അവളുടെ ആ പെൺകുട്ടിയുടെ പേര്, അന്ന് ആ മരത്തിൽ കയറിയിരുന്ന ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ഇതാണ് നമ്മുടെ ജൂലിയ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. വളരെ യങ് ആയിരിക്കുന്ന സമയത്താണ് അവൾ എന്ത് ചെയ്തത്, ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്. ഇവൾ ഈ ഇരിക്കുന്ന സ്ഥലം വെറുതെ ഒരു സ്ഥലമൊന്നുമല്ല, നമ്മുടെ റെഡ്വുഡ് ട്രീയുടെ അകത്ത് അവൾ ഉണ്ടാക്കിയിട്ടുള്ള എന്താണ്, വീട് പോലത്തെ ഒരു സംഭവം, ഒരു ടെന്റ് ആണ് കേട്ടോ. അവൾ അവിടെ അങ്ങ് താമസിക്കാൻ തുടങ്ങിയടാ. ഓക്കെ, ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ഇപ്പുറത്തൊരു നദി ഒഴുകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതിന്റെ ഹൈറ്റ് ഒന്നും മക്കൾക്ക് എന്താണ്, ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുന്നുണ്ടോ? അമ്മാതിരി ഹൈറ്റിലാണ് അവൾ ഇരിക്കുന്നത്, ഒരു പേടിയും കൂടാതെ. എത്ര ദിവസം, 1 2 ഗസ് ചെയ്താൽ നമ്മൾ ഒരാഴ്ച വരെയൊക്കെ പോവുമായിരിക്കും. അല്ല, അവള് കൃത്യം 738 ദിവസങ്ങളോളം, ഏകദേശം 2 വർഷത്തോളം അവൾ എവിടെയായിരുന്നു? ആ മരത്തിൽ തന്നെ താമസിച്ചു. ഓക്കെ മിസ്സേ, മരത്തിൽ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു താമസമല്ലേ? അല്ല, ഒരിക്കൽ പോലും ഈ 738 ദിവസത്തിൽ ഒരിക്കൽ പോലും അവൾ തറയിൽ അവളുടെ കാല് കുത്തിയിട്ടില്ല. അവൾ അവിടെ തന്നെ ജീവിച്ചു. അതായത് ലംബർ കമ്പനി എപ്പോ ഈ മരം വെട്ടില്ല എന്ന് പറഞ്ഞു അതുവരെ അവൾ അവളുടെ പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് നീങ്ങി. ഒരു ഫാന്റസി ഒക്കെ പോലെ, അല്ലാതെ നമുക്കിതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ. ഇങ്ങനെ ഒരു മരത്തിന് വേണ്ടി ഒരു പെൺകുട്ടി എന്ത് ചെയ്യുവാണ്, തന്റെ ജീവൻ പോലും കളയാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ് അല്ലെ. അപ്പൊ അവൾ
അവളുടെ വെറും ഒരു കഥയാണോ? അല്ല, അവളുടെ കഥയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒരു ഏകദേശ രീതിയിൽ അവളൊന്ന് മനസ്സിലാക്കാം. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന് പറയുന്ന പേര് എന്റെ മക്കൾ ഒരിക്കലും മറക്കരുത്. അവളുടെ ഫുൾ നെയിം ആണ് അല്ലെ. ഓക്കെ, ജംഗലോം പേടോം കി കട്ടായി റോക്കനെ കെ ലിയെ. ഓക്കെ, ജംഗലം നമ്മുടെ ഈ ഒരു വനത്തിലെ മരങ്ങളുടെ കട്ടായി ചെന്നാണ് കട്ട് ചെയ്യുന്നത്. റോക്കനെ കെ ലിയെ, റോക്കന മീൻസ് എന്താണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് നമ്മുടെ ഈ ജൂലിയ ഏതാണ് ഈ ഒരു ഡേറ്റ് എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക. ഡിസംബറിനാണ് അവൾ കയറിയിട്ടുള്ളത്. ഒരു 1997 ഡിസംബർ 10 അവൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ കയറി ഇരുന്നിട്ടുള്ളത്. എന്നിട്ടോ ഇറങ്ങിയ ഡേറ്റ് ഇതാണ് 1990. നോക്കിക്കേ 1999 അവള് ഇറങ്ങുന്നത്. അത്രയും കാലം അവളെ അവിടെ തന്നെ നിന്ന് നോക്ക്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 മാസവും 8 ദിവസവും ആണ് അവൾ അവിടെ നമ്മുടെ മരത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഏകദേശം 738 ദിവസത്തോളം അവള് ആ ഒരു 61 മീറ്റർ അല്ലെങ്കിൽ 200 ഫുട്ട് ഊഞ്ചെ ഹൈറ്റ് ഉള്ള ആ ഒരു നമ്മുടെ ഈ ലൂണ എന്ന് പറയുന്ന മരത്തിന് മുകളിലായിരുന്നു. ഓക്കെ, ആ ലൂണ എന്നുള്ള പേര് മിസ് ഇപ്പോഴാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കാര്യം പറഞ്ഞു തരാം. ഈ ലൂണ എന്ന് ആരിട്ടതല്ല, വേറെ ഇതുവരെ നമ്മൾ വിളിക്കാത്ത ഒരു പേരാണ്. റെഡ്വുഡ് ട്രീ എന്ന് മാത്രമായിരുന്നു. നമ്മുടെ ജൂലിയ എന്ത് ചെയ്തതാണ്, അവൾ ഇഷ്ടത്തോടുകൂടി നമ്മുടെ ഈ ഒരു മരത്തിനിട്ട പേരാണ് ലൂണ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെന്തായാലും പഠിച്ചു വെക്കണം. നമ്മുടെ മരത്തിന്റെ പേരാണ് ലൂണ എന്ന് പറയുന്നത്. അവര് നോക്കിക്കേ, ഒരു രണ്ട് വർഷമൊക്കെ നമ്മുടെ ഒരു മരത്തിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അറ്റാച്ച്മെന്റ് കൂടും അല്ലെ. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ജൂലിയ അതിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കാം, ലഗ്ഭഗ് എത്ര 1000 സാൽ പുറാനി കാലിഫോർണിയ റെഡ്വുഡ് പേടാണ് അത് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ എന്താ ജൂലിയ അതിന്റെ മുകളിലാണ് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള സംഭവമാണ്. ഇത് എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ മിസ്സേ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യം പറയുവാണെങ്കിലോ. അപ്പൊ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അല്ല മിസ്സേ, എങ്ങനെയായിരിക്കും അവൾ നിന്നിട്ടുണ്ടാവുക, നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, എവിടുന്ന് ഭക്ഷണം കിട്ടും, ഇനിയിപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോവാൻ എന്ത് ചെയ്യും, അതൊക്കെ എപ്പോഴും വരുന്ന ഡൗട്ടാണ് അല്ലേ. ഓക്കെ, അതെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. അപ്പം വളരെ വലുതാണ്. നോക്കിക്കേ എൻ്റെ മക്കൾ, നോക്കിക്കേ അതിൻ്റെയൊക്കെ വലുപ്പം നോക്കിക്കേ. ഈ റെഡ്വുഡ് ട്രീ എന്ന് പറഞ്ഞാൽ അമ്മാതിരി കുത്തന ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് ഒരു പേടിയില്ലാണ്ട് അവൾ ഇരുന്നത്. അതൊന്നാമത്തെ കാര്യം. അവളൊരു ടെന്റ് കെട്ടി എന്ന് പറഞ്ഞില്ലേ, അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു പെൺകുട്ടി, ഇപ്പം ഇന്നൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാവ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും സഹായിക്കാൻ പോകത്തില്ലേ. അതേപോലെ തന്നെ അന്ധകാലത്ത് ഒരുപാട് ആൾക്കാർ ആരെ സഹായിച്ചിട്ടുണ്ട്, നമ്മുടെ ജൂലിയനെ സഹായിച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ട ഡ്രസ്സ്, അവൾക്ക് വേണ്ട പുതപ്പുകള്, അവൾക്ക് വേണ്ട ഭക്ഷണങ്ങള്, ഇതൊക്കെ എന്താണ് ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ട് എന്ത് ചെയ്താണ് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ടോയ്ലറ്റ് പോകാനുള്ളതും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മളൊരു ബക്കറ്റും കയറൊക്കെ എടുത്തിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് താഴെ അവൾക്ക് സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതാണ് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അവൾക്ക് ഒരു സോളാറിന്റെ ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. സോളാറിന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഫോൺ എന്തിനാ മിസ്സേ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കെന്ന് ചോദിക്കുന്നുണ്ടാവും. ഇവള് ഫേമസ് ആവാൻ തുടങ്ങിയതിന്റെ ശേഷം എന്താണ് ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ജൂലിയയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഫോൺ വഴിയൊക്കെയാണ് നമ്മൾ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. റേഡിയോ ഉണ്ടായിരുന്നു, നമുക്ക് കണ്ടില്ലേ ഇതേ ഒരു റേഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താണ് അവിടെ ഉണ്ട് കണ്ടോ. ഭക്ഷണമൊക്കെ കണ്ടോ മക്കൾ, ഇതേ ഈ ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവൾക്ക് വായിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ പോലും അവൾ താഴേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവൾക്ക് വയ്യാതായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെന്താണ് കാറ്റും മഴ, പിന്നെന്താണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കൂടിയല്ല, മഞ്ഞ് എല്ലാം ഉണ്ടാവും അല്ലെ, കൊടുങ്കാറ്റ് എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ പിടിച്ചു നിന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം. പോരാത്തതിന് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ ഈ ലംബർ കമ്പനിയിലെ ടീംസ് ഉണ്ടല്ലോ, ലംബർ കമ്പനിയിലെ ടീംസ് അവളെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്താണ് അവര് അതായത് ഫസ്റ്റ് ഇങ്ങനെ ഇറങ്ങൂല എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്തു, അവരൊന്ന് മനസ്സിലാക്കി പറയാൻ ശ്രമിച്ചു. അതായത് മോളെ ജൂലിയ ഒന്ന് താഴെ ഇറങ്ങുമോ എന്നൊക്കെ ചോദിച്ചു. സംചായ, പിന്നെ ദംകായ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഭാഗം കേട്ടോ. പിന്നെ അവരെന്ത് ചെയ്തു, ധംകായ, ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ജൂലിയ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡറായ, പേടിപ്പിച്ചു. ജൂലിയ ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അവർ പേടിപ്പിച്ച രീതി കുറച്ച് വ്യത്യാസമാണേ. അവരെന്തൊക്കെയാ ചെയ്തറിയോ, കുറെ ഹട്ടെ കട്ടെ ആത്മീയോക്കെ സേട്ടിനെ അജീബോ ഗരീബ് തർക്കീബേ ലഗായി. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കത്തെ ഭാഗം കേട്ടോ. ഹട്ടെ കട്ടെ ആത്മീയം, വളരെ ഹട്ടെ കട്ടെ ആത്മീയം എന്നാണ് വളരെ ശക്തിയുള്ള നല്ല ഹട്ടക്കട്ടയായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ശക്തിയുള്ള നല്ല മസിലൊക്കെ ഉള്ള കുറച്ച് മനുഷ്യന്മാരും അവരുടെ സേട്ട്
അവരുടെ ബോസും വന്നിട്ട് അജീബോ ഗരീബ്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറെ തർക്കീബേ ട്രിക്കുകൾ എന്ത് ചെയ്തു നമ്മൾ പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ട്രിക്കുകൾ ഇതാണേ. അവരെന്ത് ചെയ്തു അറിയോ, ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, ജൂലിയ ഇപ്പൊ ഇറങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനമായിട്ട് ഇരുത്താനേ സമ്മതിക്കൂല. ഈ ലൗഡ് സ്പീക്കർ ഇട്ട് ഇങ്ങനെ ഒച്ചിട്ടോണ്ടേ ആയിരിക്കും. ഓക്കെ, അതൊക്കെ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്നേ വിചാരിക്കാം. ലൗഡ് സ്പീക്കർ പെർ തേസ് ഷോർ മച്ചായ, ലൗഡ് സ്പീക്കറിൽ തേസ് വളരെ ശക്തമായ എന്തുണ്ടാക്കി, തേസ് ഷോർ മജായ ബഹളം ഉണ്ടാക്കി. പിന്നെ വേറൊരു ടൈപ്പ് ഒരു ട്രിക്കാണേ, അത് ആരും പ്രയോഗിക്കാത്ത ഒരു സാധനമാണ്. ഈ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഹെലികോപ്റ്റർ ഇങ്ങനെ ചുറ്റി നടക്കും റെഡ്വുഡ് ട്രീൻ്റെ അവിടെ നിന്ന്. അതായത് അവളൊന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവന്മാർ ഇത് ഹെലികോപ്റ്ററായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കും. ഹെലികോപ്റ്റർ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, നല്ല കാറ്റുണ്ടാവും, നല്ല സൗണ്ട് ഉണ്ടാവും, ഉറങ്ങാനേ സമ്മതിക്കത്തില്ല, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആര് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോസും ടീംസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുക, ഹെലികോപ്റ്റർ ഉഡാക്കർ, ഹെലികോപ്റ്റർ പറത്തിയിട്ട് ലഡക്കിക്കോ, നമ്മുടെ ലഡക്കിയെ, നമ്മുടെ പെൺകുട്ടിയെ, അതായത് നമ്മുടെ ജൂലിയയെ രാത്ത് ഭർ ജഗായ റക്ക, രാത്രി മുഴുവൻ എന്ത് ചെയ്തു, ജഗായ മീൻസ് എന്താണ്, ഉണർത്തി വെക്കുക എന്നുള്ള പരിപാടി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വല്ലാത്ത മനുഷ്യന്മാർ തന്നെ അല്ലേ. ലാസ്റ്റ് പക്ഷെ നമ്മുടെ ജൂലിയക്ക് എന്തെങ്കിലും കുലുക്കം ഉണ്ടായിരുന്നോടാ? ഇല്ല, ഒരു കുലുക്കം അവൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും അവൾ എന്ത് ചെയ്തില്ല, ഇറങ്ങാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലംബർ കമ്പനിക്ക് അങ്ങ് മടുത്തു, വേണ്ട ഇനിയിപ്പോ ഇത് മുറിക്കണ്ട എന്നുള്ള രീതിയിൽ എത്തുകയും അവർ തമ്മിലൊരു എഗ്രിമെന്റ് എത്തുകയും നമ്മുടെ ലൂണ എന്ത് ചെയ്യും, ലൂണയെ രക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ലാസ്റ്റിലോട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ജൂലിയ എന്ത് ചെയ്യും, ജൂലിയ അവള് പറയും, സോറി എനിക്ക് ലൂണേനെ മാത്രം രക്ഷിച്ചാൽ പോരാ, ഇവിടെയുള്ള ഈ ഏക്കർ കണക്കിലുള്ള ഒരു മരവും നിങ്ങൾ തൊട്ടുപോകരുത് എന്ന് ലംബർ കമ്പനിയോട് പറഞ്ഞു. പക്ഷെ ലംബർ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് സപ്പോർട്ടിന് ആൾക്കാർ കൂടി. ഓക്കെ, ഗവൺമെന്റ് അവളുടെ സഹായത്തിന് വരുന്നു. പിന്നെ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല, ജൂലിയ പറയുന്നത് പോലെ കേൾക്കുക എന്നുള്ളതല്ലേ. ഓക്കെ, അങ്ങനെ അവിടുത്തെ എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. അങ്ങനെയാണ് നമ്മുടെ ജൂലിയയുടെയും ലൂണയുടെയും കഥ പോകുന്നത്. അപ്പൊ ഇത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവം അല്ലേ, നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഈ റിയൽ ആയിട്ടൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും, സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ജൂലിയയുടെയും ലൂണയുടെയും കഥ നമുക്ക് എന്താണ് വളരെ വിശദമായിട്ട് പഠിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ എന്തായാലും എടുക്കും. അപ്പൊ ഇതെന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ചോളാം. ജൂലിയയും ലൂണയും ഒരിക്കലും നിങ്ങൾ മറന്നു പോവാത്ത വിധം എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, ബൈ.